12ാം ക്ലാസ്സിൽ മദ്രസയിലൊക്കെ മതം വിട്ടവനെ കൊല്ലാന്ന് വരെ പഠിപ്പിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. കാഫിറോട് കൂട്ടുകൂടരുത്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്, അവരോട് അത്ര അങ്ങോട്ട് സഹകരണമൊന്നും വേണ്ട. ഇതൊക്കെയാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ മദ്രസ ശരിക്കും ഒരു ഇന്ത്യൻ സമൂഹത്തിൽ ബാൻ ചെയ്യേണ്ട സാധനമാണെന്ന് ഞാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ അറിയണം. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഹിന്ദു മതവിശ്വാസിയാണെന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മതത്തിലെ കാര്യങ്ങൾ പഠിക്കുന്നത്? ഞാൻ പറയാറ് പേപ്പട്ടി മതം എന്നാണ് പറയാറ്. മതവിദ്വേഷം എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന മതം ഇസ്ലാം തന്നെയായിരിക്കും. പക്ഷെ നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ ജനടിയുടെ ആളായതുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറയുന്നത്. മദ്രസയിൽ പോയിട്ടുണ്ടോ? മദ്രസയിൽ ഒരെണ്ണത്തിലല്ല, 2 മദ്രസയിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ മദ്രസയിൽ നമ്മൾ ടോപ്പറായിരുന്നു. എന്തുകൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്നു? അതായത് ആ മതം നമുക്ക് തരുന്ന ഒരു പുരുഷ മേധാവിത്വ ബോധമുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ് പുരുഷന്മാർ എന്നാണ് ഇസ്ലാം പച്ചയ്ക്ക് പഠിപ്പിക്കുന്നത്. എന്തിനു മതത്തെ വേണ്ടെന്ന് വെച്ചു? വാടകയ്ക്ക് ഉസ്താദുമാരെ കിട്ടും. അത് ഉസ്താദുമാര് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു രീതിയാണ്. ആണായാലും പെണ്ണായാലും അത് തന്നെയാണ്. അതങ്ങനെയാണ്. മുസ്ലിമായ അങ്ങനെയാണ്. ആണ് പെണ്ണെന്നുള്ളതൊന്നും. അതിലൊരു കാര്യം പറയും, ഇപ്പൊ ഭാര്യയെ തല്ലാം എന്ന് ഇതിലുണ്ടെങ്കിൽ എന്തിന് അങ്ങനെ എഴുതി ചോദിക്കാൻ പാടില്ല. ഇതിനാണ് ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കുന്നത്. ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾക്കെതിരെ, പടച്ചോനെതിരെ എന്തിനു സംസാരിക്കുന്നു എന്നുള്ള ചോദ്യം. ശരിക്കും ആരാണ് ആരിഫ് ഹുസൈൻ? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുസ്ലിം അല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കൊണ്ടു നടക്കുന്ന മതത്തിൽപ്പെട്ടിട്ടുള്ള ആളല്ല, ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിൽപ്പെട്ടിട്ടുള്ള ആളല്ല. നമസ്തേ. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഒരു എക്സ് മുസ്ലിം, എക്സ് കമ്മ്യൂണിസ്റ്റ്, എക്സ് ഹോമിയോപാത്ത്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഡോക്ടർ ആരിഫ് ഹുസൈൻ ആണ്. നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ ആദ്യം പറഞ്ഞതെല്ലാം കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളാണ്, ഒക്കെ എക്സ് ആണ്. ശരിക്കും ആരാണ് ആരിഫ് ഹുസൈൻ? എല്ലാ ആളുകളും അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തകരാറുകളുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാണോ എന്നൊക്കെയുള്ള അന്വേഷണം നടത്തുന്ന ആളുകളാണ്. ആരും അങ്ങനെ ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ഒന്നല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ ചില ഏരിയയിൽ വരുമ്പോൾ അത് തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആളുകൾക്ക് പാടാം. അത് വീട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചും അല്ലെങ്കിൽ തുറന്നു പറയാതെയും അഭിനയിച്ചും ഒക്കെ ജീവിക്കുന്നത്. അപ്പം നമ്മളത് ആ ഒരു രീതിയോട് നമുക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറയാ ചെയ്യുക എന്നുള്ളൊരു രീതിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു രീതി. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു 3 നമ്മൾ പൊതുവെ പറയാറ് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ എക്സ് ബോക്ക് എന്ന് പറയാറുണ്ട്. പിന്നെ അതുകൂടാതെ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു മുൻ നിലപാട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിനെയും നമ്മൾ എക്സൽ കണക്കാക്കാറുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പാടാണ്. ഇതുപോലുള്ള ഓരോ കാര്യത്തിൽ നിന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും സ്വയം ആരാണെന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അതെ, നമ്മളത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നില്ല, നമ്മളുടെ രീതി നമുക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. പക്ഷെ അത് ഓരോ വിഷയത്തിലും നമ്മളത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ എക്സ് മുസ്ലിം അല്ലെങ്കിൽ യമു ആ ഒരു ടാഗ് ലൈൻ സ്വീകരിക്കാനുള്ള ഒരു കാരണം? ഈമ്യൂ എന്നാണ് ശരിക്കും പറഞ്ഞത്. അതൊരു പക്ഷിയുടെ പേരാണ്. അപ്പോൾ സത്യത്തിൽ അത് നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എക്സ് മുസ്ലിം എന്ന് പറയുന്ന സംഗതിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള വിശ്വാസ സമൂഹം അവരിട്ട ഒരു പേരാണ് ഈ യമു എന്ന് പറയുന്നത്. എക്സ് മുസ്ലിം എന്നുണ്ട് ഷോർട്ട്. അപ്പൊ നമ്മൾ പിന്നെ അതൊന്നും എടുത്ത് നമ്മളതങ്ങ് ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. അത് നമ്മളൊരു ബ്രാൻഡാക്കി മാറ്റി. അപ്പൊ ഇത് കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു സംഗതിയാണ്. അപ്പോൾ നമുക്കറിയാലോ ഈ ഒരു വിഷയം നമ്മൾ പറയുന്ന എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ, അതായത് ഒരു മുസ്ലിം ആയിരുന്നു ഇപ്പൊ മുസ്ലിം അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾ അല്ലെങ്കിലും അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ഹെയ്റ്റിൻ്റെതായിട്ടുള്ള ഒരു സംഗതി പോലും ഇവിടെ നിലനിൽക്കാറുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ മുസ്ലിങ്ങൾക്ക് പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സത്യത്തിൽ ഈ എക്സ് മുസ്ലിം എന്നുള്ളത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുസ്ലിം അല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കൊണ്ടു നടക്കുന്ന മതത്തിൽപ്പെട്ടിട്ടുള്ള ആളല്ല, ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിൽപ്പെട്ടിട്ടുള്ള ആളല്ല എന്ന് പറയാനുള്ള ഒരു വലിയൊരു സെന്റൻസിന്റെ ഒരു ഷോർട്ട് ഫോം. ഇതാണ് സത്യത്തിൽ എക്സ് മുസ്ലിം എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇമ്യൂ എന്നുള്ളത് ഈ വിശ്വാസികൾ അങ്ങനെ പറയുന്നതിന്റെ പേരിൽ ഇപ്പോൾ ഇസ്ലാമിലെ കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ, ഇപ്പൊ ചേകനൂർ മൗലവിയൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു എക്സ് മുസ്ലിം ആണെന്ന് പറയാം. അന്ന് അദ്ദേഹം ഉപയോഗിച്ചില്ല, കാരണം ഇതൊരു 2007 മുതൽ ലോകത്ത് വന്ന ഒരു വാക്കാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ ഉപയോഗിച്ച് മലയാളികൾക്ക് അത് കൂടുതൽ പരിചിതമാകുന്നത് ഞാനിലൂടെ എന്ന് പറയുന്നില്ല, കാരണം ഞാൻ ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഇതിവിടെ ഉണ്ട്. പക്ഷെ നമ്മളത് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ട് നമ്മൾ കുറച്ച് പോപ്പുലർ ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒറ്റയ്ക്കൊന്നല്ല, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിൽ നമ്മളൊരു ഭാഗമാവുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വന്നു? ഒരുപാട് തവണ സ്വന്തം പേജിലാണെങ്കിലും മറ്റു ചാനലുകളിലാണെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി എന്തായിരുന്നു അതിനെ ഉണ്ടായിരുന്ന ഒരു ട്രിഗറിംഗ് പോയിന്റ്, ഒരു മെയിൻ ട്രിഗറിംഗ് പോയിന്റ്?
നമ്മൾ പറയുന്നത് നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം, വളരെയധികം പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇപ്പൊ നമ്മൾ പറയാറുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്ന് പറഞ്ഞ അടുത്തതിന് ഇവിടെ ഒരു ദേശഭക്തി എന്ന് പറയുന്ന ഒരു സാധനം വരുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ മതേതരത്വം എന്ന് പറയുന്ന സാധനം വരുന്നു, ജനാധിപത്യം എന്ന് പറയുന്ന സാധനം വരുന്നു. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഒരു ലാൻഡ്സ്കേപ്പിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. കുറച്ചുകൂടി വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ പറയുന്നതാണ് ഈ സ്ത്രീ വിരുദ്ധത നമ്മൾ പറയുന്നു, അതല്ലെങ്കിൽ ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് ഒരു വലിയ വിഷയമാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അതിൽ നമ്മൾ ചില തീരുമാനങ്ങളോ ചില കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയാണെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അങ്ങനെ പോയി ഒരു ഘട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ, അന്വേഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുകയാണ് ആ നിലപാട് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതെല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു വിഷയം അത് വളരെ ക്രൂഷ്യലായിട്ടൊരു വിഷയമായിട്ട് മാറുമ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് നമ്മൾ അന്ന് അങ്ങനെ നിലപാടെടുത്തു എന്ന് ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുമ്പോൾ അതിന്റെ കാരണം ഈ മതമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതായത് ആ മതം നമുക്ക് തരുന്ന ഒരു പുരുഷ മേധാവിത്വ ബോധമുണ്ട്. നിങ്ങൾ പുരുഷനായതുകൊണ്ട് ഇത് ചെയ്യാം എന്നൊരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് അതിനുള്ള ഒരു അവകാശമുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകൾ, അതായത് വിവാഹ ബന്ധത്തിലുണ്ടാകുന്ന ചില വിഷയങ്ങൾ, അതിനകത്ത് സ്ത്രീ എവിടെ നിൽക്കുന്നു, പുരുഷൻ എവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഇസ്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ് പുരുഷന്മാർ എന്നാണ് ഇസ്ലാം പച്ചയ്ക്ക് പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് ഉൾക്കൊണ്ട് ചെയ്യേണ്ട ഒരു സാധനമായിട്ടാണ് സത്യത്തിൽ നമ്മളൊരു വിശ്വാസിയായിരിക്കാൻ നമ്മൾ കൊണ്ടെടുക്കുക. പക്ഷെ ഇപ്പുറത്തെ ഒരു ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റ് വരുമ്പോൾ ഇത് ഒരു കോൺഫ്ലിക്റ്റ് വരാണ്. അപ്പൊ നമ്മൾ പുരുഷനാണെങ്കിലും നമ്മളൊരു ഫെമിനിസ്റ്റ് ആവാലോ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ആശയത്തോടൊരു യോജിപ്പ് വരികയും എന്നാൽ ഇതിന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ഈ പറയുന്ന വിശ്വാസത്തിന്റെ ഭാഗം നമ്മൾ മുന്നിൽ നിൽക്കുകയും എന്നിട്ട് പക്ഷെ നമ്മൾ വലിയ ഫെമിനിസം ഒക്കെ കൊണ്ടു നടക്കുന്നു, പക്ഷെ നമ്മളെടുത്ത തീരുമാനം വളരെ സ്ത്രീവിരുദ്ധമായി പോകുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത്, ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, അങ്ങനെ തിരിച്ചറിയുന്ന സമയത്താണ് ഇതിൽ ഈ മതമാണ് നമുക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിന് കാരണം എന്ന് മനസ്സിലാവുകയാണ്. അത് ഈ മതം പഠിപ്പിക്കുന്ന സാധനം. അപ്പോൾ നമ്മളത് തിരുത്താൻ തയ്യാറാവുകയാണ്. അപ്പോൾ ആദ്യം നമ്മളത് പേഴ്സണലി തയ്യാറാവുന്നു അതിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് നമ്മൾ ഈ ഒരു പോയിന്റ്, മതവും തെറ്റാം, മതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ളൊരു ട്രിഗർ അവിടെ വരികയാണ്. അത് പിന്നെ ഓരോ വിഷയത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യും. അത് ഹ്യൂമൻ റൈറ്റ്സിൽ അപ്ലൈ ചെയ്യുന്നു, അത് സെക്യുലറിസം എന്ന് പറയുന്ന വിഷയത്തിൽ അപ്ലൈ ചെയ്യുന്നു, ഡെമോക്രസിയിൽ അപ്ലൈ ചെയ്യുന്നു. അവിടെയൊക്കെ നോക്കുമ്പോൾ എല്ലാത്തിലും മതം വിപരീതമായിട്ട് വരികയാണ്. അപ്പോഴാണ് പിന്നെ ഇത് ഒരു പ്രശ്നം തന്നെയാണ് തിരിച്ചറിയുകയും നമ്മൾ അത് ആ രീതിയിൽ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോഴാണ്. ഇപ്പോ ഒരു മദ്രസയിൽ പോയിട്ടുണ്ടോ ആരിഫ് ഹുസൈൻ? മദ്രസയിൽ ഒരെണ്ണത്തിലല്ല, 2 മദ്രസയിൽ പോയിട്ടുണ്ട്. അതായത് നമ്മളുടെ സമസ്ത മദ്രസ, നമ്മൾ സാധാരണ കാണാറുള്ള കുട്ടികളൊക്കെ രാവിലെ നിങ്ങൾ വരുന്ന വഴിക്കൊക്കെ കണ്ടിട്ടുണ്ടോ, അതുപോലെയുള്ള മദ്രസകളിൽ പോയിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമുക്ക് രാവിലെ ഈ മദ്രസയിൽ പോകാൻ കഴിയില്ല. ഇപ്പോൾ വലിയ വിഷയമാണല്ലോ ഈ സ്കൂൾ സമയമാറ്റം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്കൂൾ 9 മണിക്ക് തുടങ്ങും. അപ്പോൾ വീട്ടിൽ നിന്ന് എങ്ങനെ ആയാലും 8:30 ആകുമ്പോൾ ഇറങ്ങണം, 8:30 8:15 ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ രാവിലത്തെ മദ്രസ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം 7 മണി മുതലെങ്ങാണ്ട് 9:30 അങ്ങാണ്ട് വരെയാണ് മദ്രസ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു പ്രിവിലേജ് അന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് മദ്രസയിൽ നിന്ന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷനാണ്, നിങ്ങൾ ശനി ഞായർ മാത്രം വന്നാൽ മതി, അങ്ങനെയായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളിലൊരു മദ്രസ ഉണ്ട്, കാരണം ഈ സ്കൂൾ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ ഒരു മദ്രസ ഉണ്ട്, അത് മുജാഹിദ് ജമാഅത്ത് ആശയമായിരുന്നു അവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അവരുടെ KNM ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ആദ്യകാലത്ത് ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നു, പിന്നെ ഇത് മുജാഹിദിന്റെ KNM പുസ്തകങ്ങളാണ്. അങ്ങനെയാണ് അവിടെ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ മദ്രസയിൽ നമ്മൾ ടോപ്പറായിരുന്നു, അതാണ് ഒരു വശം. ഇത് കൂടാതെ നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് ശനി ഞായർ നമ്മളുടെ സാധാരണ സമസ്തയുടെ മദ്രസയിൽ, അതൊരു 5ാം ക്ലാസ് വരെയാണ് അന്ന് അവിടെ പോയിരുന്നത്. അന്ന് 5 വരെ ഉള്ളൂ, 7 വരെ ഒന്നുമില്ല. പിന്നെ നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് 7ാം ക്ലാസ് വരെയൊക്കെ ആവുന്നത്. ഈ 2 മദ്രസയിലും നമ്മൾ ഈ 2 കാര്യത്തിലും ടോപ്പർ തന്നെയായിരുന്നു. ഇതില് ഈ സ്കൂളിലെ മദ്രസയിൽ കുറച്ചും കൂടിയും വ്യത്യസ്തമായിട്ട് പഠിപ്പിക്കും, എന്ന് വെച്ചാൽ അർത്ഥമൊക്കെ പഠിപ്പിക്കും. ഖുറാനിന്റെ അർത്ഥം, ഹദീസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പുറത്ത് പഠിപ്പിക്കാറില്ല. പക്ഷെ ഈ മുജാഹിദ് മദ്രസയിൽ ചെറിയ പ്രായം മുതൽ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പഠിപ്പിക്കും. അപ്പൊ നമ്മളത് ഇപ്പുറത്ത് വന്നിട്ട് പറയും, ഇങ്ങനെ അർത്ഥം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ സ്ഥാനോട് ചോദിക്കുമ്പോൾ അതൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ഉണ്ട്, മദ്രസ ചൈൽഡ്ഹുഡ് അങ്ങനെയായിരുന്നു. ഈ മദ്രസയിലൊക്കെ പോകുമ്പോൾ കൃത്യമായി മതം ഉള്ളിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്.
അല്ലെങ്കിൽ മതത്തെ കുറിച്ച് കൃത്യമായ ഒരു ബോധം വരുത്തുക എന്നുള്ളതാണ് മദ്രസകളുടെ ഉം. ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അത്രത്തോളം അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത്രത്തോളം അതിനെക്കുറിച്ച് അറിവ് നൽകിയിട്ടും എന്തിനു മതത്തെ വേണ്ടെന്ന് വെച്ചു? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മദ്രസ പഠിക്കുമ്പോൾ അത് എന്തിനു പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ മദ്രസയിൽ പോയി പഠിക്കുന്നത് എന്തിനു പഠിക്കുന്നു എന്നുള്ളതാണ്. അത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ അറിയണം. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഹിന്ദു മതവിശ്വാസിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മതത്തിലെ കാര്യങ്ങൾ പഠിക്കുന്നത്? മതത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ആചാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അനുഷ്ഠാനങ്ങളുണ്ട്, ചില രീതികളുണ്ട് എന്ന് നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ മതത്തിലെ കഥകൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? പുസ്തകങ്ങളിൽ നിന്നും വീട്ടുകാർ പറഞ്ഞു തരുന്ന അറിവുകളും അങ്ങനെ. കൂടുതലും വീട്ടുകാർ പറഞ്ഞു തന്നിട്ട്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഓം നമ ശിവായ, ജയ് ഹനുമാനൊക്കെ കണ്ടിട്ടാണ്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സെമറ്റിക് മതം, ക്രിസ്ത്യാനികളായാലും ഇപ്പോൾ ഈവൻ ജൂതനാണെങ്കിൽ പോലും, അവരൊക്കെ മതം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു കരിക്കുലം വെച്ച് അത് ഇന്ന പോലെ അപ്പോൾ ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ സെമറ്റിക് മതത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ജയ ഹനുമാൻ കണ്ട് നമുക്ക് പഠിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല പോണത്. വീട്ടുകാർ പറഞ്ഞു തന്നിട്ടുമല്ല. മദ്രസയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ വാടകയ്ക്ക് ഉസ്താദ്മാരെ കിട്ടും. അത് ഉസ്താദ്മാര് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. അവര് വന്നിട്ട് ക്ലാസ് എടുപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മളുടെയൊക്കെ ഉമ്മമാരുടെയൊക്കെ വീട്ടില് അവരെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു പലപ്പോഴും ചെയ്യുന്നത്. ഒരു ആള് വന്ന് പഠിപ്പിക്കും. അത് ചിലപ്പോൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ ഒക്കെ ആയിരിക്കും വരിക. പക്ഷെ അതൊക്കെ മാറി ഈ സമസ്തയൊക്കെ വന്ന് മദ്രസ ഒക്കെ ഒരു ബോർഡാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് അവർ ചെയ്യാണ്. അപ്പോ നമ്മളവിടെ പഠിക്കുന്നത് ഇത് മനസ്സിലാക്കാനും ഇതൊരു മുസ്ലിം ആയിരിക്കും അറിയാനും വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇത് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യൂ പോയിന്റ് നോക്കുമ്പോൾ അതിനെന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ല എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് സത്യത്തിൽ അവിടെ നടക്കുന്നത് ഒരു പ്രൈമിംഗ് ആണ്. ഇതൊരു അറിയിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ സ്കൂളിൽ കണക്കും സയൻസ് പഠിക്കുമ്പോൾ അതൊരു അറിയലാണ്, ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു മനോവൃത്തിയും കൂടി അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഒരു വിഷയം, ഇപ്പൊ നമ്മളൊക്കെ ഇന്ന് പല കാര്യങ്ങളും പറയുന്നത് സ്കൂളിൽ പഠിപ്പിച്ച് തന്നിട്ടല്ലല്ലോ, നമ്മൾ സ്വയം പഠിക്കുന്നുണ്ട് പറയുക. അപ്പൊ ഈ സ്വയം പഠിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രൈമിങ്, അതാണ് സത്യത്തിൽ സ്കൂളിലും നമുക്ക് ലഭിക്കുന്നത്. കുറെ വർക്ക് ബുക്കുകളായിട്ടും അല്ലെങ്കിൽ അസൈൻമെന്റ്സ്, പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന സത്യത്തിൽ എന്ന് പറഞ്ഞ മാതിരി മദ്രസയിലൂടെ പഠിക്കുമ്പോൾ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും അവിടെ ഒരു പ്രൈമിങ് നടക്കുന്നുണ്ട്. ആ പ്രൈമിങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു രീതിയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതൊരു ഇൻഡോക്ട്രിനേഷൻ എന്നൊക്കെ നമ്മൾ പറയാം. ആണായാലും പെണ്ണായാലും അത് തന്നെയാണ്. അതങ്ങനെയാണ്. മുസ്ലിമായ അങ്ങനെയാണ്. ആണ് പെണ്ണെന്നുള്ളതൊന്നുമില്ല. മുസ്ലിം ആയാൽ അങ്ങനെയാണ്. സ്ത്രീകൾക്ക് തീരെ ഇല്ല. ഓക്കെ, പുരുഷന്മാർക്ക് വേണമെങ്കിൽ ചില സംശയമൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, പക്ഷെ സ്ത്രീകൾ ചോദിച്ചാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നതാണ് അവിടെ നടക്കുന്നത്. ചോദ്യം ചെയ്യാം. ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അത് എടുത്തോളണം. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം, അറിവുള്ള ഒരു ഇൽമുള്ള ആളാണ്, ഇങ്ങനെയാണ് പറയാം. ഇൽമുള്ള ആളാണല്ലോ ഉസ്താദ്. അപ്പൊ ഉസ്താദ് പറയുമ്പോൾ അത് അറിഞ്ഞിട്ടാ പറയും, പഠിച്ച ആളാണ്. അപ്പോൾ ആൾക്കാണ് മതം കൂടുതൽ അറിയാം. അപ്പോൾ മതം കൂടുതൽ അറിയുന്ന ആൾ പറഞ്ഞാൽ എടുത്തോളണം. അതിൽ കൂടുതൽ ചോദ്യമൊന്നുമില്ല. ഇനി അതിന്റെ അപ്പുറത്തേക്കുള്ള ചോദ്യമാണ് ഇപ്പൊ വരുന്നത്. പണ്ടൊക്കെ ഉസ്താദ് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കിതാബൊന്നും ആരും കാണാറില്ല. കിതാബൊക്കെ വായിക്കുന്ന ആള് ഉസ്താദാണ്. പക്ഷെ ഇന്റർനെറ്റ് ഒക്കെ വന്നപ്പോൾ ഈ കിതാബൊക്കെ ഇന്ന് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കയ്യിന്റെ വിരലിന്റെ തുമ്പിൽ കിട്ടും. അങ്ങനെ വന്നപ്പോ എന്തായി? നിങ്ങൾ കിതാബ് വായിച്ചാൽ പോരാ, ഇത് അറിവുള്ള ആളുകൾ കിതാബ് വായിച്ചിട്ട് പറയുന്നത് കേൾക്കണം. അങ്ങനെ പിന്നെ നിങ്ങൾ കണ്ട കിതാബ് ആവണമെന്നില്ല, അത് ജൂതന്റെ കിതാബാകാം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ട്. അപ്പൊ ഇന്റർനെറ്റിൽ ആ ഒരു വിഷയം നമ്മൾ മാറ്റി വെക്കുക. അത് വേറെ തന്നെ ഒരു പോസ്റ്റ് ഇന്റർനെറ്റ്, അതൊരു ഡിപെൻഡൻസി കൊണ്ടുവരാനാണ് അവിടെ ശ്രമിക്കുന്നത്. ഡിപെൻഡൻസി എന്ന് പറഞ്ഞപ്പോൾ ഒരു അതോറിറ്റിയാണ് അത്. അപ്പൊ ഒരു അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യമുണ്ട്. അതാണ് അവിടെ അടിച്ച് ഇറക്കുന്നത്. കുട്ടികളിൽ അതാണ് ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം ഒരു പേടിപ്പെടുത്തലാണ്. ഓക്കെ, ഈ ഇൻഡോക്ട്രിനേഷൻ ഒരു വശത്ത് നടക്കും. അതിന്റെ ഒരു പ്രശ്നം ഈ ഒരു അതോറിറ്റി അവിടെ വെക്കുന്നു. അത് ഉസ്താദാകാം, ഉസ്താദിനപ്പുറത്തേക്ക് മുഹമ്മദ് നബി, അതുപോലെ കിതാബിലുള്ള സാധനങ്ങൾ, അതിനൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അതിലൊരു കാര്യം പറയും, ഇപ്പൊ ഭാര്യയെ തല്ലാം എന്ന് ഇതിലുണ്ടെങ്കിൽ എന്തിന് അങ്ങനെ എഴുതി ചോദിക്കാൻ പാടില്ല. അതങ്ങനെയാണ്. അത് ആ നിയമം പഠിച്ചോന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് പറയാം. അത് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളത് ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോ ചെകുത്താൻ നിങ്ങളെ വഴി തെറ്റിക്കും, ദൈവം അപ്പുറത്തുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്വർഗവും നരകവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കുട്ടിയുടെ മനസ്സിൽ, നമ്മുടെയൊക്കെ മനസ്സിലാന്ന് വന്നിട്ട്, എന്നാ പിന്നെ ഈ ചെകുത്താനെ ഇല്ലാണ്ടാക്കിയാ പോരെ? നമ്മൾ എന്തിനാണ് ഈ ചെകുത്താനെ ഉണ്ടാക്കി ഇതുപോലുള്ള ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അതൊരു ടോം ആൻഡ് ജെറി ഗെയിമാണ്. ടോമും ജെറി ഉണ്ടെങ്കിലേ ടോം ആൻഡ് ജെറി ഉള്ളൂ. അതിൽ ടോം മാത്രമേ ഉള്ളൂ, ജെറി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഗെയിം ഇല്ല.
എന്ന് പറഞ്ഞ മാതിരി ചെകുത്താൻ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ എക്സിസ്റ്റൻസും ദൈവത്തിന്റെ പർപ്പസും അവിടെ ഫുൾഫിൽ ആവുന്നുള്ളൂ. അപ്പോൾ ചെകുത്താൻ ഇല്ലെങ്കിൽ ദൈവത്തിന് പിന്നെ പണിയൊന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളിത് ചോദിച്ച പ്രശ്നമാണ്. അപ്പൊ ഇത് ഈ ഒരു ലെവലിൽ മുതൽ ഈ ലോജിക്, ഈ ദൈവവിശ്വാസത്തിന്റെ ലോജിക്ക് മുതൽ നിയമത്തിലെ പ്രശ്നങ്ങൾ വരെ നമ്മളെ മനസ്സിൽ ചോദ്യമായിട്ട് വന്നാലും നമുക്ക് ചോദ്യം ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചാൽ പ്രശ്നമാണ്. പിന്നെ പേടിപ്പിക്കൽ, അത് ഖബർ ശിക്ഷ, അതുപോലെ നരകശിക്ഷ, ഈ രണ്ട് സാധനമാണ്. അപ്പോൾ നരകത്തിൽ പോയാൽ എന്തൊക്കെ കിട്ടും, എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ പാലത്തെ മുകളിൽ നടക്കുന്നു, അപ്പോൾ നിങ്ങൾ മറിഞ്ഞു വീഴുന്നു, ഇന്നൊക്കെ ആനിമേഷനാണ് AI ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും, പഠിപ്പിക്കും. അപ്പോൾ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആ രീതിയിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്താന്ന് വെച്ചാൽ, മദ്രസയൊക്കെ നമ്മൾ 5ാം ക്ലാസ് കഴിയുമ്പോൾ തീരുന്നു, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ തീരുന്നു. 12ാം ക്ലാസ്സിൽ മദ്രസയിലൊക്കെ മതം വിട്ടവനെ കൊല്ലാന്ന് വരെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ പറയുന്ന ഒരു 5ാം ക്ലാസ് വരെ പോകുന്നത് അത് കാഫിറിനോട് കൂട്ടുകൂടരുത്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്, അവരോട് അത്ര അങ്ങോട്ട് സഹകരണമൊന്നും വേണ്ട, ഇതൊക്കെയാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ മദ്രസ ശരിക്കും ഒരു ഇന്ത്യൻ സമൂഹത്തിൽ ബാൻ ചെയ്യേണ്ട സാധനമാണെന്ന് ഞാൻ പറയും. കാരണം ഇതൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ 5ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നു, നമ്മളൊരു അഡൾട്ട്ഹുഡിലേക്ക് മാറി നമ്മളൊരു മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന കുറെ മത എക്സ്പോഷർ ഉണ്ട്. ആ എക്സ്പോഷറിൽ അവിടെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, വേണമെങ്കിൽ ചോദിക്കാം. എന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ചോളൂ എന്ന് പറയുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് വന്നു എന്ന് വിചാരിക്കാം ഒരു ചോദ്യം ചോദിക്കാൻ, നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ ആ ചോദ്യം ചോദിക്കില്ല, അതാണ് അവിടുത്തെ. അപ്പോൾ ഒരു പ്രായത്തിൽ ചോദ്യം ചോദിക്കരുത് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. ഒരു പ്രായം എത്തുമ്പോൾ അഡൾട്ട്ഹുഡ് ആകുമ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാം എന്നിരിക്കെ പോലും, ഇപ്പൊ ഫേസ്ബുക്കിൽ ഒരു വിശ്വാസിക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എഴുതി വിടാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഉസ്താദ് എന്തെങ്കിലും മണ്ടൻ പ്രസംഗം നടത്തുമ്പോൾ ഉസ്താദിനോട് വേണമെങ്കിൽ ഫോൺ വിളിച്ചും ചോദിക്കാം, ഒരു വിശ്വാസിയും ചോദിക്കില്ല. അപ്പൊ എങ്ങനെയാണ് അവൻ ആ രീതിയിൽ പരുവപ്പെടുന്നത്? ഈ പഠിപ്പിച്ചു കൊണ്ടുവന്ന രീതി പറയുന്ന ചൈൽഡ്ഹുഡ് പ്രൈമിംഗ് ആണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വശം. 2, ഈ പറയുന്ന സംഗതികൾ ഇങ്ങനെ പ്രൈം ചെയ്യപ്പെട്ടതായതുകൊണ്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഏത് വലിയ തീവ്രവാദ ആശയം പറഞ്ഞാലും ഇതും സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി അവിടെ ഡെവലപ്പ് ചെയ്തു വരും. അങ്ങനെയാണ് ഈ ആളുകൾ, ഈ SDPI അല്ലെങ്കിൽ നമ്മളെ പോപ്പുലർ ഫ്രണ്ടുകാർ, തീവ്ര ആശയക്കാര്, തീവ്രവാദം പറയുന്ന ആളുകൾ, അവരുടെയൊക്കെ ഈ കാര്യങ്ങൾ അത് ഈ മണ്ടത്തരാണെങ്കിൽ പോലും അത് ഏറ്റെടുക്കാനും അതാണ് ശരി എന്ന് പറഞ്ഞവർ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നത് ഈ ഒരു പ്രൈമിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിന്ന് വിടുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇത് വിടേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മതം വിടാന്ന് പറഞ്ഞാൽ നഷ്ടങ്ങളേ ഉള്ളൂ. സ്ത്രീക്ക് മതം വിടുക, ഇസ്ലാം വിടാന്ന് പറഞ്ഞാൽ ലാഭമേ ഉള്ളൂ. പക്ഷെ അതായത് ഇപ്പോ ഞാൻ മതം വിട്ടാൽ എനിക്ക് എന്റെ സ്വത്തിന്റെ അവകാശം തന്നെ അവിടെ കുറയാണ്. ഓക്കെ, അതൊരു ഫൈനാൻഷ്യൽ വ്യൂ പോയിന്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോ ഞാൻ ഒരു 2 പേരുള്ള മക്കളായിട്ടുള്ള കുടുംബമാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ പാരന്റ്സിന്റെ സ്വത്ത് ഭാഗിക്കുന്ന സമയത്ത് വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അതിൽ 3/1 മാത്രമേ എൻ്റെ പെങ്ങൾക്ക് പോവുള്ളൂ, 3/2 ഭാഗം എനിക്കാണ് കിട്ടുക. പക്ഷെ ഇനിയിപ്പോ ഞാൻ മതം വിട്ടു എന്നുള്ളതിന്റെ പേരിൽ എനിക്ക് സ്വത്തേ കിട്ടില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ ഇനി അഥവാ ഇനി അവര് തരാന്ന് വിചാരിച്ചാൽ തന്നെ പകുതി എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. മീൻസ് എനിക്കത് മതി. കാരണം നമ്മളവിടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയാ പറയാം, പകുതി അവൾക്ക് കൊടുക്കുന്നില്ല നമ്മൾ പറയാം. വിശ്വാസിയാണെങ്കിലോ പകുതി കൊടുത്തു എന്ന് വിചാരിക്കാൻ എനിക്കതിനെ ഒപ്പോസ് ചെയ്യാം. ഒപ്പോസ് ചെയ്യുമ്പോൾ ഈ ഇസ്ലാമിക ഉമ്മത്ത് എന്ന് വെച്ചാൽ മുസ്ലിം ബ്രദർഹുഡ് അവർ മൊത്തം എൻ്റെ കൂടെ ഉണ്ടാവുക. കാരണം ഞാൻ പറയുന്നത് ന്യായം, ഇസ്ലാമിലെ നിയമം ഞാൻ പറയുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഇതേ സംഗതികളാണ് നമ്മളുടെ ഈ ചില നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ സ്ത്രീവിരുദ്ധമായ സംഗതികൾ പറയുമ്പോൾ, നമ്മൾ സ്ത്രീവിരുദ്ധമായ കാര്യം പറയുമ്പോൾ പോലും ഈ സമൂഹം നമ്മളോടൊപ്പമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളത് പിന്നെ തിരിച്ചറിയുമ്പോഴാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു നമ്മൾ ചിന്തിക്കുന്നപ്പോഴാണ്. ഇപ്പോ ഇസ്ലാം മതം വേണ്ട എന്ന് തോന്നി, അല്ലെങ്കിൽ അതിൽ ആശയങ്ങളോട് താല്പര്യം തോന്നിയില്ല, അപ്പൊ അത് വേണ്ട എന്ന് വെച്ചാൽ പോലെ പിന്നെ എന്തിനാണ് ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ അവർക്കെതിരെ, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കെതിരെ, ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾക്കെതിരെ, പടച്ചോനെതിരെ എന്തിനു സംസാരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമില്ലേ? നമ്മൾ പടച്ചോനെതിരെയോ ഖുറാനെതിരെയോ ഒന്നും അല്ല ആദ്യം പറയുന്നത്, നമ്മളിവിടെയുള്ള പ്രശ്നങ്ങൾക്കെതിരെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഓരോ വിഷയങ്ങൾ എടുക്കുക. ഇപ്പോൾ സ്കൂൾ സമയമാറ്റം, അതുപോലെ സൂംബ ഡാൻസിന്റെ വിഷയം വരുന്നു, സ്വത്ത് അവകാശത്തിന്റെ വിഷയം വരുന്നു, യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം, വഖഫിന്റെ വിഷയം വരുന്നു, സ്കൂള് യൂണിഫോം പരിഷ്കരണം വരുന്നു, നമ്മളുടെ കുടുംബശ്രീ അവരുടെ ഒരു ഓത്ത്, ഒരു പ്രതിജ്ഞ, അത് ഒരു പുതുക്കുന്ന, അതൊരു സംഭവം ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നു. ഇതിലെല്ലാം കോമൺ ഫാക്ടർ എന്താണ്? ഈ വിഷയത്തിലെല്ലാം തന്നെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, മതം തന്നെയാണ്. മതം എന്ന് പറഞ്ഞാൽ പോരാ,
അത് ഇസ്ലാം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ എല്ലാ മതവും പോലെയുള്ള ഒരു മതമല്ല ഇസ്ലാം എന്ന് ചോദിക്കുന്നതിന്റെ തെറ്റാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാ മതം പോലെ ഒരു മതമല്ല ഇസ്ലാം. അങ്ങനെ ആക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിലവിൽ അങ്ങനെയല്ല. ഞാൻ പറയാറ് പേപ്പട്ടി മതം എന്നാണ് പറയാറുള്ളൂ. കാരണം പട്ടികൾ ഒരുപാട് പേരുണ്ട്. നമ്മൾ എല്ലാ പട്ടീനെയൊന്നും നമ്മൾ കല്ലെടുത്ത് എറിയോ, അതിനെ ഉപദ്രവിക്കുക, അതിനെ എങ്ങനെയും കൊല്ലണം എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നല്ല പട്ടികളാണെങ്കിൽ അതിന് വല്ല ബ്രെഡും കഷ്ണമൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കുക, ബിസ്ക്കറ്റൊക്കെ കൊടുക്കും. ഒരു പേപ്പട്ടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? അട്ടി ഓടിക്കും, അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കും. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ഈ മതങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇതിനൊന്നും ഈ റിഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് എക്സ്റ്റേണൽ ആവാം, ഇന്റേണൽ ആവാം. അതിന് വഴിപ്പെടാതെ ഇപ്പോഴും അതിൻ്റെ ആ തനത് മതനിയമം സമൂഹത്തിൽ ഇറക്കി വെച്ചുകൊണ്ട് ആളുകളെ കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രശ്നം അത് വെക്കുന്ന ഒരു മതം അത് ഇസ്ലാമാണ്. അതിപ്പോൾ ഞാനൊക്കെ പറയാറ്, ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും നമ്മൾ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ ഈ മുസ്ലിം ലീഗ് ഐഡന്റിറ്റി പൊളിറ്റിക്സുമായിട്ട് ഇറങ്ങി തിരിച്ച ഇവിടെ അവരൊരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനാണ് അതിന്റെ പാരലായിട്ട് ശ്രമിച്ചത്. അതാണ് പാകിസ്ഥാനായിട്ട് മാറുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രമായിരുന്നു? അല്ലല്ലോ. ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് അത് പോയത്. എന്ന് വെച്ചാൽ ഒരു രാജ്യം ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടായിരുന്നു ഇവിടെ പല ആളുകളും മരിച്ചു പണിയെടുത്തത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കാണുന്നത് എന്താണ്? ഇത് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുമെന്ന് കാണുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതൊക്കെ കൊള്ളാം, ഈ പവർ ആർക്ക് പോകും? ഇതായി പിന്നത്തെ പ്രശ്നം. കാരണം ഞങ്ങളായിരുന്നു ഇവിടുത്തെ ഭരണവർഗം, അപ്പൊ ഇനി ഞങ്ങൾക്ക് തന്നെ ഭരണം കിട്ടണം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ അതിനവർ പറയുന്ന കാരണം എന്താണ്? ഞങ്ങളായിരുന്നു ഇവിടെ ഭരിച്ചതെന്ന് മാത്രമല്ല അവർ പറയുന്നത്. ഒരു കാഫിറിന്റെ ഭരണത്തിന്റെ കീഴിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതും കൂടിയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അവിടെ കടന്നു വരുന്നത് മതമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുള്ള സോഷ്യൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ പല ഇടങ്ങളിലും പല വലിയ പ്രശ്നങ്ങളിലും വലിയ ചർച്ചകളിലും ഒക്കെ ഒരു വലിയ ഘടകം ഇസ്ലാമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പറയേണ്ട പോലെ. ഇപ്പൊ ജൈന മതത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ഓർത്ത്, ഈ മതം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എപ്പോഴും ജൈന മതത്തെ കുറിച്ച് ആലോചിച്ചു? ഇല്ല. എന്താ ആലോചിക്കാത്തത്? പക്ഷെ ഇസ്ലാമിന് പറയേണ്ട സമയത്ത് നിങ്ങൾ മതം എന്നേ പറയുന്നുള്ളൂ. മതം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കി മതവിദ്വേഷം എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന മതം ഇസ്ലാം തന്നെയായിരിക്കും. പക്ഷെ നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ ജനടിവിയുടെ ആളായതുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറയാ. അതെ. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയുകയോ ചെയ്യുന്നത് ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഒരു കേരളം ഇട്ടാവട്ടം അതിന്റെ കോൺസെപ്റ്റിലല്ല. ഇതിനൊരു ഗ്ലോബൽ പിക്ചർ ഉണ്ട്. ഈ ഗ്ലോബൽ പിക്ചറിൽ ഉള്ള കാര്യം അത് ഇന്ത്യയിൽ അതിന്റെ റിഫ്ലക്ഷൻ കാണുന്നു. അത് ഡിറ്റോ ഇവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത് കൊണ്ടും ആ ഒരു രീതിയിലേക്ക് പോകുന്നതുകൊണ്ട് ചില മേഖലകളിൽ ഇന്ത്യ ബെറ്റർ ആയതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അത് നമ്മൾ പറയണല്ലോ. ഇന്ത്യ പല കാര്യങ്ങളിലും ഈ ഒരു ഇസ്ലാമിക് ടെറർ അല്ലെങ്കിൽ ഇസ്ലാമിക് ഈ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സിലൊക്കെ അതിനൊക്കെ നേരിടുന്ന കാര്യത്തിൽ പല പാശ്ചാത്യ ഡെമോക്രാറ്റിക് കൺട്രീസിന് മാതൃകയാണെന്നാണ് ഞാൻ പറയാം പല കാര്യങ്ങളിലും. പക്ഷെ അപ്പോഴും നമുക്ക് ഒരുപാട് കുറവുകൾ ഇപ്പോഴുണ്ട്. യൂണിഫോം സിവിൽ കോഡിന്റെ ഒക്കെ വിഷയത്തിൽ ഇങ്ങനെ വലിച്ചു നീട്ടി തേങ്ങ ഉടയ്ക്കാതെ ഈ സ്വാമി ഇങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ വളരെ അബദ്ധമാണെന്നേ ഞാൻ പറയുള്ളൂ. അതൊക്കെ എത്രയും പെട്ടെന്ന് ഇത് യഥാർത്ഥ ലക്ഷ്യം ഇത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് നിയമം നടപ്പിലാക്കുക വേണ്ടത്. പക്ഷെ ഇവിടെ കാണുന്നത് യൂണിഫോം സിവിൽ കോഡ് ഇപ്പോൾ വരുന്ന പറഞ്ഞ ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അതിനോട് നമുക്ക് യോജിപ്പില്ല. ഇത് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടത്താം, അതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ അത് കാണുന്നില്ല എന്നുള്ളതാണ്.